ഹായ്, എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയൊക്കെ അടുത്തെത്തിയോ? ടെൻഷൻ വേണ്ട. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഉറപ്പായും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റോബോട്ട് വിഷൻ. ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് സെറ്റാക്കിയെടുക്കാം. റെഡിയല്ലേ? അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു റോബോട്ട് എങ്ങനെയായിരിക്കും ഈ ലോകത്തെ കാണുന്നത്? അല്ലേ? ഇപ്പോ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ്, അതിന്റെ മുന്നിൽ വരുന്നത് ഒരു മനുഷ്യനാണോ അതോ ഒരു പോസ്റ്റാണോന്ന് അതെങ്ങനെ തിരിച്ചറിയുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മതി, ഈ ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. അത്ര സിമ്പിളാണ്. ശരി, അപ്പോ എന്താണ് റോബോട്ട് വിഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഡെഫിനിഷൻ. പരീക്ഷയ്ക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചാൽ ഒരു മാറ്റവും വരുത്താതെ ഇതുപോലെ തന്നെ എഴുതി വെച്ചോളൂ. ഒരു റോബോട്ട് അതിന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ ചിത്രങ്ങൾ പകർത്തുകയും പ്രോസസ്സ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രക്രിയ. സിമ്പിൾ അല്ലേ? ഇത് അപ്പടിയെ കാണാതെ പഠിച്ചോളൂ. ഇനി ഈ പ്രോസസ്സ് മൊത്തത്തിൽ എങ്ങനെയാ നടക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്കൊരു ഡിറ്റക്റ്റീവ് കളിക്കാം. ഒരു ഫോട്ടോ അത് റോബോട്ടിന്റെ ക്യാമറയിൽ പതിയുന്നതു മുതൽ അതിന്റെ ബ്രെയിനിലെത്തി ഒരു തീരുമാനമായി മാറുന്നത് വരെ ആ ഫോട്ടോയുടെ കൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വെറും 7 സ്റ്റെപ്പുകൾ. നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ റോഡ് മാപ്പ്. ഈ കാണുന്ന 7 സ്റ്റെപ്പുകൾ. ഒന്നാമത്തത് ഇമേജ് അക്വിസിഷൻ, പിന്നെ പ്രീ പ്രോസസ്സിംഗ്, സെഗ്മെന്റേഷൻ, റെപ്രസെന്റേഷൻ, ഡിസ്ക്രിപ്ഷൻ, റെക്കഗ്നിഷൻ, പിന്നെ അവസാനം ഇന്റർപ്രിറ്റേഷൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഓർഡർ തെറ്റിക്കരുത്. കാരണം ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റെപ്പ് 1, ഇമേജ് അക്വിസിഷൻ. ഈ വലിയ വാക്കൊക്കെ കേട്ട് പേടിക്കേ വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. റോബോട്ടിന്റെ കണ്ണേതാ? ക്യാമറ അല്ലേ? ആ ക്യാമറ ഉപയോഗിച്ച് ചുറ്റുമുള്ള ഒന്നിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. നമ്മൾ നമ്മുടെ ഫോണിൽ ക്ലിക്ക് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കില്ലേ? അത് തന്നെ. അത്രേ ഉള്ളൂ. ഓക്കെ, ഫോട്ടോ എടുത്തു. പക്ഷെ ചിലപ്പോൾ ആ ഫോട്ടോ അത്ര ക്ലിയർ ആയിരിക്കില്ല. ചിലപ്പോൾ കുറച്ച് ഇരുട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി ബ്ലർ ആയിരിക്കും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായ പ്രീ പ്രോസസ്സിംഗിൽ ചെയ്യുന്നത് ഈ ഫോട്ടോ ഒന്ന് മിനുക്കിയെടുക്കലാണ്. നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിൽ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി ചിത്രം ക്ലിയർ ആക്കില്ലേ? അതുപോലെ റോബോട്ട് ആ ചിത്രത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ലൊരു ക്ലിയർ പടമാക്കി മാറ്റുന്നു. അടുത്തത് സ്റ്റെപ്പ് 3, സെഗ്മെന്റേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ക്ലിയർ ആയൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ റോബോട്ടിന് അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഉദാഹരണത്തിന്, റോഡിൽ ഒരു കാറ് നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ആ കാറിനെ മാത്രം ബാക്ക്ഗ്രൗണ്ടായ റോഡിൽ നിന്നും ആകാശത്തു നിന്നുമൊക്കെ വെട്ടിയെടുക്കുന്ന പരിപാടിയാണ് ഈ സെഗ്മെന്റേഷൻ. ആ ചിത്രത്തിലെ ഹീറോയെ മാത്രം കണ്ടുപിടിക്കുന്നത് പോലെ. അപ്പം നമ്മൾ കാറിനെ വെട്ടിയെടുത്തു. പക്ഷേ ഇപ്പോഴും അത് കുറെ പുള്ളിക്കുത്തുകൾ, അതായത് പിക്സലുകൾ മാത്രമാണ്. കമ്പ്യൂട്ടറിനിത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പായ റെപ്രസെന്റേഷനിൽ ഈ പിക്സലുകൾക്ക് ചുറ്റും ഒരു ഔട്ട്ലൈൻ വരച്ച് അതിനെ ഒരു പ്രത്യേക രൂപമാക്കി മാറ്റും. കമ്പ്യൂട്ടറിന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാക്കി മാറ്റുന്നു എന്ന് പറയാം. ഇപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നൊരു രൂപം കിട്ടി. അടുത്ത സ്റ്റെപ്പാണ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ റോബോട്ട് ആ വസ്തുവിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങും. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് അതിന്റെ ഷേപ്പ് എങ്ങനെയുണ്ട്, വലിപ്പം എത്ര, എന്ത് നിറമാണ്, അതിന് ടയറുകളുണ്ടോ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ ലിസ്റ്റ് ചെയ്തെടുക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറേ വിവരങ്ങളുണ്ടല്ലേ? ഇനിയാണ് ആ ഒരു ബൾബ് കത്തുന്ന നിമിഷം. സ്റ്റെപ്പ് 6, റെക്കഗ്നിഷൻ. തൊട്ടുമുമ്പ് കിട്ടിയ വിവരങ്ങളെല്ലാം വെച്ച് റോബോട്ട് ഒരു നിഗമനത്തിലെത്തും. ഓക്കെ, ഇതിന് 4 ചക്രമുണ്ട്, ഇങ്ങനെയൊരു ഷേപ്പുണ്ട്, അപ്പോൾ ഇത് ഉറപ്പായും ഒരു കാറാണ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ആ വസ്തുവിനൊരു പേര് കൊടുക്കുന്നു, ഒരു ലേബൽ ചെയ്യുന്നു. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഇന്റർപ്രിറ്റേഷൻ. ഇപ്പൊ ആ വസ്തു ഒരു കാറാണെന്ന് റോബോട്ടിന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ആ തിരിച്ചറിവ് വെച്ചൊരു തീരുമാനമെടുക്കണം. അതായത് മുന്നിൽ കണ്ടതൊരു സ്റ്റോപ്പ് സൈൻ ആണെങ്കിൽ വണ്ടി നിർത്തണം എന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചവിട്ടണം എന്ന് തീരുമാനിക്കുന്നു. ആ തിരിച്ചറിവിന് ഒരു അർത്ഥം നൽകി ഒരു ആക്ഷൻ എടുക്കുന്നതാണ് ഈ ഫൈനൽ സ്റ്റെപ്പ്. ഇതോടെ നമ്മുടെ യാത്ര പൂർത്തിയായി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകളുടെയും ഒരു ഒറ്റവരി സമ്മറി എന്താണെന്ന് അറിയാമോ? ഇതാണ് അത്. ചിത്രം വിവരമായി മാറുന്നു. ആ വിവരം ഒരു തീരുമാനമായി മാറുന്നു. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ ഇതൊരു ബോക്സിലൊക്കെയാക്കി ഹൈലൈറ്റ് ചെയ്താൽ നോക്കുന്ന ടീച്ചറിന് നല്ല ഇംപ്രഷൻ കിട്ടും. മറക്കണ്ട, ഇമേജ് ടു ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ ടു ഡിസിഷൻ. ശരി, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മാർക്ക് ഒട്ടും കുറയാതെ ഫുൾ സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡയഗ്രം.
പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായും വരയ്ക്കേണ്ട ആ ബ്ലോക്ക് ഡയഗ്രം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ഡയഗ്രം. കണ്ടോ, എന്ത് സിമ്പിളാ! നമ്മൾ പഠിച്ച ആ 7 സ്റ്റെപ്പുകൾ അതേ ഓർഡറിൽ ഓരോ ബോക്സിനുള്ളിലാക്കി വരയ്ക്കുക. ഏറ്റവും പ്രധാനം ഓരോ ബോക്സിനുമിടയിലുള്ള ആ ആരോ മാർക്കാണ്. അത് ആ ഒഴുക്കിനെയാണ് കാണിക്കുന്നത്. ഇമേജ് അക്വിസിഷനിൽ തുടങ്ങി ഇന്റർപ്രിട്ടേഷനിലെ അവസാനിക്കുന്നു. ഇത് വരച്ചാൽ തന്നെ പകുതി മാർക്ക് കിട്ടി. ഓക്കേ, നമ്മളിപ്പോ ഏകദേശം എല്ലാം പഠിച്ചു. എന്നാലും പരീക്ഷ ഹാളിലെ ടെൻഷനില് ചിലപ്പോ കാര്യങ്ങൾ മറന്നുപോയേക്കാം, അല്ലേ? അതിനൊരു സൂത്രപ്പണിയുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നൊരു ചീറ്റ് ഷീറ്റ്. ഇതാണ് നിങ്ങളുടെ അവസാന നിമിഷത്തെ റിവിഷൻ. ഇത് നോക്കിക്കേ, ഓരോ സ്റ്റെപ്പിനും ഓർത്തുവെക്കാൻ എളുപ്പമുള്ള ഓരോ ഒറ്റവാക്ക്. അക്വയർ എന്ന് പറഞ്ഞാൽ പകർത്തുക, പ്രീ പ്രോസസ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, സെഗ്മെന്റ് എന്നാൽ വേർതിരിക്കുക. ഇങ്ങനെ ഓരോന്നിനും ഈ 7 വാക്കുകൾ ഓർത്തുവെച്ചാൽ മതി, നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും വിശദീകരിച്ചെഴുതാൻ പറ്റും. ഇതൊരു അടിപൊളി മെമ്മറി ട്രിക്കാണല്ലേ? അപ്പോൾ ഫൈനലായിട്ട് പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാല് എങ്ങനെ ഉത്തരം എഴുതും? സിമ്പിൾ. സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യം പഠിച്ച ആ ഡെഫിനിഷൻ എഴുതുക. സ്റ്റെപ്പ് 2 ഈ 7 ഘട്ടങ്ങളും ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുക. ഓരോന്നിനും ഓരോ സെന്റൻസിൽ ഒരു ചെറിയ വിശദീകരണം കൊടുക്കുക. സ്റ്റെപ്പ് 3 അവസാനം ആ ബ്ലോക്ക് ഫ്ലോ ഡയഗ്രാം നല്ല വൃത്തിയായിട്ടങ്ങ് വരയ്ക്കുക. ഇത്രയും ചെയ്താൽ ഫുൾ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലിരിക്കും, ഉറപ്പാണ്. വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നൊരു കാര്യം മാത്രമല്ല ഇത്. നമ്മളീ പഠിച്ച റോബോട്ട് വിഷൻ എന്ന സംഭവം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ കാണുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറുകളില്, വലിയ ഫാക്ടറികളില്, സാധനങ്ങളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില്. അപ്പം നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഒരു റോബോട്ടിന് എങ്ങനെ കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും അതിനെ നേരിടാനുള്ള അടുത്ത വലിയ വെല്ലുവിളി? ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്